എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബർ ബാച്ചിൽ എക്സാം എഴുതാൻ പോകുന്ന കെമിസ്ട്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, 2026 ഒക്ടോബർ ബാച്ചിലേക്കുള്ള NIOSൻ്റെ 10th +2 അഡ്മിഷൻസ് തുടരുകയാണ്. അഡ്മിഷൻ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഇനി നമുക്ക് കെമിസ്ട്രിയുടെ 2025 ഏപ്രിൽ ബാച്ചിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിക്കാം. വെറും 6 മാസം കൊണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി SSLC അല്ലെങ്കിൽ +2 കംപ്ലീറ്റ് ചെയ്യാം, അതും ഓൺലൈനായി. ബേസിക് എഡ്യൂക്കേഷൻ ഇന്ന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ സാഹചര്യങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് LB അക്കാഡമി നൽകുന്നത്. സ്റ്റേറ്റ്, CBSE, ICSE സിലബസിലെ ക്ലാസുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. മാത്രമല്ല PSC, UPSC, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃതമാണ് LB അക്കാഡമിയുടെ കോഴ്സുകൾ. ഒരു അക്കാഡമിക് കംബാക്കിനായി നിങ്ങൾ തയ്യാറാണെങ്കിൽ 8 വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തോടെ LB അക്കാഡമി നിങ്ങൾക്കായി വഴിയൊരുക്കുന്നു. LB അക്കാഡമി ഓൺലൈൻ ക്ലാസ്സസ്. Contact for more details 9495808055 9207197379 പാലത്തിങ്കൽ ബിൽഡിംഗ്, പേട്ട ജംഗ്ഷൻ, എറണാകുളം. നമുക്ക് ആദ്യം തന്നെ സെക്ഷൻ എയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിക്കാം. അതായത് 1 തൊട്ട് 16 വരെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കെമിസ്ട്രിയിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആപ്ലിക്കബിൾ ആയിരിക്കുന്നത് എന്തിലാണ്? നമുക്ക് താഴെ തന്നിരിക്കുന്ന ABCD ഓപ്ഷനിൽ അതിന് ചേർന്ന ഉത്തരമുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ, 2 elements forming more than 1 compound. ഓപ്ഷൻ ബി, a compound involving at least 3 elements. Option C, 1 element forming more than 1 type of molecule. Option D, 2 elements forming 1 compound. ഇതിൽ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത് ഓപ്ഷൻ എയിലാണ്, 2 elements forming more than 1 compound എന്നതിൽ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. 1 AMU ഈസ് ഈക്വൽ ടു. AMU അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ആറ്റോമിക് മാസ് യൂണിറ്റ് അല്ലേ? അപ്പോൾ 1 AMU എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഇവിടെ ഓപ്ഷൻസ് 1/12th ഓഫ് മാസ് ഓഫ് 1 C12 ആറ്റം, ബി 1/14th ഓഫ് മാസ് ഓഫ് 1 C12 ആറ്റം, ഓപ്ഷൻ സി 1/16th ഓഫ് മാസ് ഓഫ് 1 O16 ആറ്റം, ഓപ്ഷൻ ഡി മാസ് ഓഫ് 1 H ആറ്റം. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ച ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. കാർബണിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ കണക്കാക്കുന്നത്. അപ്പോൾ 1/12th ഓഫ് മാസ് ഓഫ് 1 C12 ആറ്റമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ട്രിറ്റിയം ഈസ് റെപ്രസെൻറ്റഡ് ആസ് 31H ഇറ്റ് കണ്ടെയ്ൻസ്. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് നോക്കണം. അതായത് 3, 1 അതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ ആൻസർ ചെയ്യാൻ. ഓപ്ഷൻ എ, 1 electron 1 neutron 1 proton. ഓപ്ഷൻ ബി, 3 electrons 1 proton. ഓപ്ഷൻ സി, 1 proton 1 electron 2 neutron. ഓപ്ഷൻ ഡി, 1 neutron 2 protons. ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും 2 ന്യൂട്രോണും ഉണ്ടെന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ക്വാണ്ടം. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോട്ട് എന്നാണ്. നമ്മുടെ പരീക്ഷ പേപ്പറിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് നോട്ട് ഹൈലൈറ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ നോക്കാൻ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ക്വാണ്ടം. ഓപ്ഷൻ എ, ഇറ്റ് ഇസ് എ ബണ്ടിൽ ഓഫ് എനർജി. ഓപ്ഷൻ ബി, എ ക്വാണ്ടം ഓഫ് വിസിബിൾ ലൈറ്റ് ഈസ് കോൾഡ് എ ഫോട്ടോൺ. ഓപ്ഷൻ സി, ദ എനർജി ഓഫ് ദ ക്വാണ്ടം ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഫ്രീക്വൻസി ഓഫ് ദി റേഡിയേഷൻ. ഓപ്ഷൻ ഡി, ദ എനർജി ഓഫ് ദ ക്വാണ്ടം ഈസ് പ്രൊപ്പോർഷണൽ ടു ദി വേവ് ലെങ്ത് ഓഫ് ദി റേഡിയേഷൻ. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്വാണ്ടത്തെക്കുറിച്ച് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്
നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എയും ബിയും സിയും ക്വാണ്ടത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഡി തെറ്റാണ്. ദ എനർജി ഓഫ് ദ ക്വാണ്ടം ഈസ് പ്രൊപ്പോർഷണൽ ടു ദി വേവ് ലെങ്ത് ഓഫ് ദ റേഡിയേഷൻ എന്നുള്ളത് തെറ്റായ ഓപ്ഷനാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളത് ആൻസറായിട്ട് കൊടുത്തത്, ക്വാണ്ടത്തിന് ചേരാത്തതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട്. ഇനി അടുത്തത് 5. ഇൻ ബോറോൺ ട്രൈക്ലോറൈഡ് ബോറോൺ ഹാസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ ബോറോൺ ട്രൈക്ലോറൈഡ് ബോറോൺ ഹാസ്, അതായത് ഓപ്ഷൻ എയിൽ sp2 ഹൈബ്രിഡൈസേഷൻ, ബിയിൽ DsP2 ഹൈബ്രിഡൈസേഷൻ, സിയിൽ sp ഹൈബ്രിഡൈസേഷൻ, ഡിയിൽ sp3 ഹൈബ്രിഡൈസേഷൻ എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബോറോൺ ട്രൈക്ലോറൈഡിൽ ബോറോണിന് എന്ത് തരത്തിലുള്ള ഹൈബ്രിഡൈസേഷൻ ആണ് എന്നാണ് ആ ചോദ്യം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഉത്തരം എ ആണ്. sp2 ഹൈബ്രിഡൈസേഷൻ ആണ് ബോറോൺ ട്രൈക്ലോറൈഡിൽ ബോറോണിനുള്ളത്. അടുത്തത് 6ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഫോം എ കോവാലൻ്റ് ബോണ്ട് ഇൻ ദി കോമ്പൗണ്ട്? വിച്ച് ഓഫ് ദി ഫോളോവിങ് ഫോം എ കോവാലൻ്റ് ബോണ്ട് ഇൻ ദി കോമ്പൗണ്ട്? നമ്മൾ നോക്കുന്നതിനകത്ത് കോവാലൻ്റ് ബോണ്ട് ഉള്ളത് നോക്കിയേ. ഓപ്ഷൻ എ സോഡിയം ആൻഡ് ക്ലോറിൻ, ഓപ്ഷൻ ബി മഗ്നീഷ്യം ആൻഡ് ക്ലോറിൻ, ഓപ്ഷൻ സി ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ, ഓപ്ഷൻ ഡി ലിത്തിയം ആൻഡ് ക്ലോറിൻ. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി 7ാമത്തെ ചോദ്യം. റെഡ്ലി സോല്യുബിൾ സൾഫേറ്റ്സ് ആർ. റെഡ്ലി സോല്യുബിൾ സൾഫേറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ CaSO4 BaSO4, ഓപ്ഷൻ ബി BeSO4 MgSO4, ഓപ്ഷൻ സി CaSO4 SrSO4, ഓപ്ഷൻ ഡി BeSO4 BaSO4. ഇതിൽ റെഡ്ലി സോല്യുബിൾ സൾഫേറ്റ്സ് ഏതൊക്കെയാണ്? അത് BeSO4ഉം MgSO4ഉം ആണ്. 8ാമത്തെ ചോദ്യം. ദ ഹൈഡ്രോലിസിസ് ഓഫ് ഈഥലൈൻ ഓസോണൈഡ് ഗിവ്സ്. ഈഥലൈൻ ഓസോണൈഡിൻ്റെ ഹൈഡ്രോലിസിസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ്? ഓപ്ഷൻ എ ഫോർമാൽഡിഹൈഡ്, ഓപ്ഷൻ ബി അസറ്റാൽഡിഹൈഡ്, ഓപ്ഷൻ സി അസറ്റോൺ, ഓപ്ഷൻ ഡി ഈഥീൻ. ഏതാണ് ആൻസറായിട്ട് വരാൻ ചാൻസ് ഉള്ളത്? ഓപ്ഷൻ എ ഫോർമാൽഡിഹൈഡ് ആണ് ആൻസർ. ഇനി അടുത്തത് 9ാമത്തെ ചോദ്യം. The number of oxygen atoms furnished by 2 molecules of permanganate in acidic medium is. The number of oxygen atoms furnished by 2 molecules of permanganate in acidic medium. ഒരു അസിഡിക് മീഡിയത്തിൽ പെർമാംഗനേറ്റിൻ്റെ 2 മോളിക്യൂൾസുമായിട്ട് എത്ര നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ചേരും? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ സി 4 ആണ് ആൻസർ വരുന്നത്. 10th question. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ഫോർമേഷൻ ഇൻവോൾവ്സ്. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ഫോർമേഷനകത്ത് ഇൻവോൾവ് ആകുന്ന ഏത് തരം ഹൈബ്രിഡൈസേഷൻ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ sp3d2 ഹൈബ്രിഡൈസേഷൻ, ഓപ്ഷൻ ബി d2sp3 ഹൈബ്രിഡൈസേഷൻ, ഓപ്ഷൻ സി sp3 ഹൈബ്രിഡൈസേഷൻ, ഓപ്ഷൻ ഡി dsp2 ഹൈബ്രിഡൈസേഷൻ. ഇതിൽ sp3d2 ഹൈബ്രിഡൈസേഷനാണ് ആൻസറായിട്ട് വരുന്നത്. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ഫോർമേഷനകത്ത് sp3d2 ഹൈബ്രിഡൈസേഷനാണ് വരുന്നത്. ഇനി നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കാം. ദ പെയർ ഓഫ് കോംപ്ലക്സസ് വിച്ച് ഷോസ് ലിങ്കേജ് ഐസോമെറിസം ഈസ്. ദ പെയർ ഓഫ് കോംപ്ലക്സസ് വിച്ച് ഷോസ് ലിങ്കേജ് ഐസോമെറിസം. അപ്പം നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 4 പെയർ ഓഫ് കോംപ്ലക്സസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ലിങ്കേജ് ഐസോമെറിസം കാണിക്കുന്ന പെയർ ഏതാണ് എന്ന് നമ്മൾ ചൂസ് ചെയ്യണം. അപ്പം നമ്മൾ ഐസോമെറിസത്തിൻ്റെ ടൈപ്പൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ലിങ്കേജ് ഐസോമെറിസം കാണിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ CONH35BrSO4 ആൻഡ് CONH35SO4Br, ഓപ്ഷൻ ബി CONH35SCN2+ ആൻഡ് CONH35NCS2+, ഓപ്ഷൻ സി CONH363+ ആൻഡ്
CrC2O4 3 minus. Option D, CrH2O5 Cl Cl2 H2O and CrH2O4 Cl2 Cl2 H2O. ഇതിൽ നമുക്ക് ബി ആണ് ലിങ്കേജ് ഐസോമറിസം കാണിക്കുന്ന ആ ഒരു പെയർ ഓഫ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. 12th question, the IUPAC name of CH3CH2SH. CH3CH2SHൻ്റെ IUPAC നെയിം എഴുതാനാണ് ചോദ്യം. ഓപ്ഷൻ എ മെഥനെത്തിയോൾ, ഓപ്ഷൻ ബി എഥനെത്തിയോൾ, ഓപ്ഷൻ സി ഈഥൈൽ സൾഫർ ഹൈഡ്രൈഡ്, ഓപ്ഷൻ ഡി ഈഥെയിൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ആൽക്കെയിൻസ് അണ്ടർഗോ പൈറോലിസിസ്. അപ്പോൾ അത്രയും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്, ആൽക്കെയിൻസ് അണ്ടർഗോ പൈറോലിസിസ്. ഇനി അതിൻ്റെ ബാക്കി എന്ത് വരാം കണക്ട് ചെയ്തിട്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ അറ്റ് വെരി ഹൈ പ്രഷർ ആൻഡ് ഇൻ ദി പ്രസൻസ് ഓഫ് എയർ. ഓപ്ഷൻ ബി അറ്റ് എ വെരി ലോ ടെമ്പറേച്ചർ ആൻഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ. ഓപ്ഷൻ സി അറ്റ് എ വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ. ഓപ്ഷൻ ഡി അറ്റ് എ വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഇൻ ദി പ്രസൻസ് ഓഫ് എയർ. അപ്പോൾ ഇവിടെ വളരെ ഉയർന്ന പ്രഷറും എയറിൻ്റെ പ്രസൻസും, വളരെ താഴ്ന്ന ടെമ്പറേച്ചറും എയറിൻ്റെ ആബ്സെൻസും, വളരെ ഉയർന്ന ടെമ്പറേച്ചറും എയറിൻ്റെ ആബ്സെൻസും, വളരെ ഉയർന്ന ടെമ്പറേച്ചറും എയറിൻ്റെ പ്രസൻസും, അങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്. ആൽക്കെയിൻസ് അണ്ടർഗോ പൈറോലിസിസ് അറ്റ് എ വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി അടുത്തത് 14ാമത്തെ ചോദ്യം. ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റേബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി ആൻഡ് തേർഡ് ഡിഗ്രി കാർബോക്കേഷൻസ് ഈസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി കാർബോക്കേഷൻ ആണ്. അപ്പോൾ ആ ഓർഡർ ആണ് കറക്റ്റ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് പല ഓർഡറുകളിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. തേർഡ് ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് 2 ഡിഗ്രി, അതിനുശേഷം 1 ഡിഗ്രി എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ. അടുത്തത് 15ാമത്തെ ചോദ്യം. ഹൈ ഡെൻസിറ്റി പോളിമിയേഴ്സ് വിത്ത് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്സ് ആർ. ഓപ്ഷൻ എ ലീനിയർ പോളിമിയർ, ഓപ്ഷൻ ബി നാച്ചുറൽ പോളിമിയേഴ്സ്, ഓപ്ഷൻ സി ബ്രാഞ്ചഡ് ചെയിൻ പോളിമിയേഴ്സ്, ഓപ്ഷൻ ഡി ക്രോസ് ലിങ്ക്ഡ് പോളിമിയേഴ്സ്. അപ്പോൾ ഇതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ലീനിയർ പോളിമിയർ ആണ്. ഹൈ ഡെൻസിറ്റി പോളിമിയേഴ്സ് വിത്ത് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ലീനിയർ പോളിമിയേഴ്സ് ആണ്. ഇനി അടുത്തത് 16ാമത്തെ ചോദ്യം. ദ മോണോമിയർ യൂണിറ്റ് ഓഫ് പോളിവിനൈൽ ക്ലോറൈഡ് ഈസ്. PVC അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡിൻ്റെ മോണോമിയർ യൂണിറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ CH3CH2Cl, ഓപ്ഷൻ ബി CH2, അവിടെ ഡബിൾ ബോണ്ടാണ് അല്ലേ CHCl എന്ന് പറയുന്നത്. പിന്നെ CH3CHCl2, പിന്നെ ClCH ഡബിൾ ബോണ്ട് വീണ്ടും വരുന്നു CHCl അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അടുത്തത് 17. കംപ്ലീറ്റ് ദി ഫോളോവിങ് ചൂസിങ് ഫ്രം ദ ഗിവൻ ഓപ്ഷൻ. 96 ഗ്രാം, 3 ഗ്രാം, 48 ഗ്രാം, 34 ഗ്രാം, 30 ഗ്രാം, 28 ഗ്രാം. എന്നിട്ട് ഇവിടെ അങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു റിയാക്ഷൻ തന്നേക്കുവാണ്. എയിലും ബിയിലും ഓരോ റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ, അതായത് എയിലെ റിയാക്ഷൻ ഇങ്ങനെയാണ്. 4FeS + 3O2 G ആണ്. അപ്പോൾ ഗീവ്സ് 2Fe2O3. അപ്പോൾ ഈ ഒരു റിയാക്ഷനകത്ത് ഓക്സിജൻ്റെ മാസ് ഓഫ് ഓക്സിജൻ റിയാക്ടിങ് ഈസ്. ഇതിൽ ഈ ഒരു റിയാക്ഷനകത്ത് ഓക്സിജൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ അത് 16 ഗ്രാം മോളാണ് വരുന്നത്. 2 ഓക്സിജൻ്റെ ആയിട്ട് വരുമ്പോൾ നമുക്ക് 16 × 2 32 ഗ്രാം മോള് എന്ന് വരും. 3 മോൾ ഓഫ് O2 ആണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് അല്ലേ. 3 മോൾ ഓഫ് O2 ആണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എത്ര കണക്കാക്കാൻ പറ്റും? 3O2 എന്ന് പറയുമ്പോൾ അതിൽ 3 × 32 ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 96 ഗ്രാം കിട്ടും. അപ്പം അങ്ങനെയാണ് ഇവിടെ നമ്മൾ ഉത്തരം 96 എന്ന് എഴുതാൻ പോകുന്നത്.
അപ്പോൾ ഈ ഒരു റിയാക്ഷനകത്ത് മാസ് ഓഫ് ഓക്സിജൻ റിയാക്ടിങ് ഈസ് 96 എന്ന് വരും, 96 ഗ്രാം വരും. ഇനി അടുത്തത് N2 plus 3H2 gives 2NH3. The grams of NH3 produced in the above reaction are. ഇവിടെയും നമ്മൾ നോക്കേണ്ടത് N14 H1. ഇപ്പോൾ NH3 എന്ന് പറയുമ്പോൾ H 3 ഉണ്ടല്ലേ, അപ്പോൾ 1 × 3 വരും. അപ്പോൾ അങ്ങനെ നോക്കിയാൽ 14 + 3 എത്ര വരും? 17 വരും. അങ്ങനെ 17 എന്ന് പറഞ്ഞിട്ടുള്ളത് NH3യുടെ വാല്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കി, NH3യുടെ മോളാർ മാസിൻ്റെ ആ ഒരു വാല്യൂ. അപ്പോൾ NH3യുടെ മോളാർ മാസ് 17 ആണെങ്കിൽ 2NH3 വരുമ്പോൾ എത്ര വരും? 2NH3 വരുമ്പം നമ്മൾ നേരത്തെ 3O എങ്ങനെ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നാണ് കേട്ടോ. ഇവിടെ 3O3 എന്ന് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ NH3 ഇവിടെ 2 എണ്ണമാണ്. NH3 2 എണ്ണം വരുമ്പോൾ 17 × 2 കൊടുത്തിട്ട് എത്ര ആൻസറിലേക്ക് വരണം? 34 ഗ്രാം എന്നുള്ള ആൻസറിലേക്ക് വരും. ഇങ്ങനെയാണ് അവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ ഒരു തിയറി പേപ്പർ പോലല്ല, കെമിസ്ട്രിയുടെ അറിയാമല്ലോ, കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ അവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ നമ്മൾ അതിൻ്റെ ആൻസർ കൊടുക്കണം. അപ്പോൾ 34 ഗ്രാമാണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. 18ാമത്തെ ചോദ്യം, ഒരു പാസേജ് തന്നിരിക്കുകയാണ്, എന്നിട്ട് ആ പാസേജ് വായിച്ചതിന് ശേഷം നമ്മൾ ആൻസർ ചെയ്യണം. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ട്രാവൽ വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. These do not require any medium to propagate. These travel as waves in the planes perpendicular to each other and also to the direction of propagation. അങ്ങനെ ഒരു പാസേജ് തന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആദ്യം depict the amplitude and wavelength of an electromagnetic wave in the form of a diagram. ഡയഗ്രമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡയഗ്രത്തിൻ്റെ രൂപത്തിൽ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്, അത് ഡയഗ്രം രൂപത്തിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 2 മാർക്കാണ്. അതുപോലെ തന്നെ ഫോട്ടോണിനെ ഡിഫൈൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ ഒന്ന് കാണാം. 19ാമത്തെ ചോദ്യം, റൈറ്റ് ട്രൂ ഫോർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫോൾസ് ഫോർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നമ്മൾ ട്രൂ ഓർ ഫോൾസ് ആണ് നോക്കുന്നത്. അസെറ്റലീൻ ഹാസ് എ ബോണ്ട് ഓർഡർ ഓഫ് 3. അസെറ്റലീൻ ഹാസ് എ ബോണ്ട് ഓർഡർ ഓഫ് 3 എന്നുള്ളത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ചോദ്യം. അത് ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് ബി, ദ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ ഈസ് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ലോൺ പെയർ ആൻഡ് ബോണ്ട് പെയർ റിപ്പൾഷൻ. ഓപ്ഷൻ ബിയും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ എന്ന് പറയുന്നത് ലോൺ പെയറും ബോണ്ട് പെയർ റിപ്പൾഷൻ്റെയും ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്. ഇനി അടുത്തത് 20ാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദി ഫോളോവിങ് ചൂസിങ് ഫ്രം ദി ഗിവൻ ഓപ്ഷൻസ്. ഈക്വൽ, അൺഈക്വൽ, 1, 2, 0 എന്നിങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് താഴെ ആപ്റ്റായിട്ട് എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. A. The atomic orbitals of comparable energies gives rise to an dash number of molecular orbitals. ഇവിടെ ഈക്വൽ നമ്പറാണ് വരുന്നത്. രണ്ടാമത്തത് He2 is not formed because its bond order is 0 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി 21ാമത്തെ ചോദ്യം അതുപോലെ തന്നെ നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനുള്ളതാണ്. എന്തെങ്കിലും സംശയമുണ്ട്, തീരെ അറിയില്ലെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ എടുത്ത് ചേർത്തോണം, തോന്നുന്നത് ശരിയാണെന്ന് തോന്നുന്നത്. കംപ്ലീറ്റ് ദി ഫോളോവിങ് ചൂസിങ് ഫ്രം ദി ഗിവൻ ഓപ്ഷൻസ്. ഗ്രേറ്റർ, ലെസർ, സോഡിയം കാർബണേറ്റ്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. എ. ദ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബെറിലിയം ഈസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് മഗ്നീഷ്യം. അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബെറീലിയത്തിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് മഗ്നീഷ്യത്തേക്കാൾ എങ്ങനെ ആയിരിക്കും എന്നാണ് ചോദ്യം. ഗ്രേറ്റർ ആണ് നമ്മളതിൽ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്, ഗ്രേറ്റർ. അടുത്തത് ബി, വാഷിംഗ് സോഡ ഈസ് പ്രിപ്പയർഡ് ബൈ റീക്രിസ്റ്റലൈസേഷൻ ഓഫ് ഡാഷ്. വാഷിംഗ് സോഡ എന്ന് പറയുന്നത് എന്തിൻ്റെ റീക്രിസ്റ്റലൈസേഷനിലൂടെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ
സോഡിയം കാർബണേറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് 22ാമതും ഇതുപോലെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട്, ദ ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഓക്സിജൻ വിത്ത് അതർ എലമെൻറ്റ്സ് ആർ കോൾഡ് ഓക്സൈഡ്സ്. An understanding of the nature of an oxide provides a clue to the nature of the element which forms the oxide. These oxides may be acidic, basic, amphoteric or neutral depending on the element with which they are formed. Silicon dioxide is which type of oxide? നമുക്കൊരു ഇൻഫർമേഷൻ മാത്രമാണ് തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതിൽ നിന്ന് തന്നെയാണ് ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഓക്സൈഡ് ആണ് എന്നാണ് ചോദ്യം. അത് അസിഡിക് ഓക്സൈഡ് ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ ഓപ്ഷൻസ് ഒന്നുമില്ല, നമ്മൾ നേരെ എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അസിഡിക്, ബേസിക്, അംഫോട്ടറിക് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തിട്ട് പിന്നെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം എഴുതണം. സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് അസിഡിക് ഓക്സൈഡ് ആണ് എന്ന് മനസ്സിലാക്കുക. നെയിം 2 എലമെൻറ്റ്സ് വിച്ച് ഫോം ന്യൂട്രൽ ഓക്സൈഡ്സ്. ന്യൂട്രൽ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്ന 2 എലമെൻറ്റുകളുടെ പേര്. കാർബണും നൈട്രജനും നമുക്ക് ആൻസർ ആയിട്ട് പറയാവുന്നതാണ്. കാർബൺ, നൈട്രജൻ. ഇനി 23ലും ഇതുപോലൊരു പാസേജ് കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദി കോമ്പൗണ്ട്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ കളേർഡ് ഓർ ദേ ഗീവ് കളേർഡ് സൊല്യൂഷൻ വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ദിസ് ഈസ് ജനറലി അസോസിയേറ്റഡ് വിത്ത് ഇൻകംപ്ലീറ്റ് സബ്ഷെൽ ഓഫ് ദി ട്രാൻസിഷൻ മെറ്റൽ. If red portion of white light is absorbed by substance, it would appear blue. Identify the incorrect statement from the following. An energy transition of electron takes place in transition metal ions which absorb some of the energy of visible light. The color of the ion is due to the presence of all paired electrons in them. Blue is the complementary color of red. In transition metals, the energy difference between the various d orbital is in the same order of magnitude as the energies of radiation of white light. അപ്പം നമ്മൾ ഇതിൽ കണ്ടതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ്, തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ ഓൾ പെയർഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് കറക്റ്റായിട്ട് വരേണ്ടത്? പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ എന്നാണ് കറക്റ്റായിട്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്, ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച കാര്യമാണ്. അത് ആ ഒരു ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരം ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് വായിക്കാൻ ശ്രമിക്കണം. ഇനി ഒരു മാച്ച് ദ ഫോളോവിങ് ആണ് വരുന്നത്. കോളം 1, കോളം 2 മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് ന്യൂക്ലിയോഫൈൽ, ഇലക്ട്രോഫൈൽ, കാർബോക്കേഷൻ, ഫ്രീ റാഡിക്കൽ, അതുപോലെ കോളം 2ൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ന്യൂക്ലിയോഫൈലിന് ചേരുന്നത് ഇതിൽ ഏതാണ്? 4ാമത്തത് H2 ആണ് കറക്റ്റായിട്ട് അതിൽ ചേരുന്നത്. ഇലക്ട്രോഫൈലിന് ചേരുന്നത് 3rd ഓപ്ഷനാണ്, അതായത് H+ ആണ് ചേരുന്നത്. കാർബോക്കേഷൻ CH3+CH2 ആണ്. ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത് പിന്നെ CH3 ആണ് വരുന്നത്. ഇനി 25ാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ആൻഡ് ബാലൻസ് ദ ഫോളോവിങ് റിയാക്ഷൻസ്. അപ്പം ഈ റിയാക്ഷൻസ് ഒക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളതാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള രൂപമൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. CaC2+2H2O ഗീവ്സ്. എന്താണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്? അതായത് CaC2+2H2O ഗീവ്സ് CaOH2+C2H2 എന്നാണ് അവിടെ ആൻസർ വരേണ്ടത്. അപ്പം ഈ ഒരു ഭാഗമാണ് അവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. എഴുതുമ്പോൾ നമ്മൾ മൊത്തത്തിൽ എഴുതണം കേട്ടോ. ഇനി അടുത്തത് CHൻ്റെ അവിടെ ബോണ്ട് നോക്കിയാൽ ട്രിപ്പിൾ ബോണ്ടൊക്കെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ എന്താണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഫൈനലി CH3CHO ആണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് മൊത്തത്തിൽ അങ്ങ് എഴുതി കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ആൻസർ കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു.